ICU പീഡനക്കേസിലെ അതിജീവിതയെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ തടഞ്ഞു. അനുവാദമില്ലാതെ കമ്മീഷണർ ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പോലീസ് നിലപാട് സ്വീകരിച്ചു. ഓഫീസിന് പുറത്ത് പോലീസ് കാഴ്ചവസ്തുവാക്കിയെന്ന് അതിജീവിത ആരോപിച്ചു. ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്നും അതിജീവിത പ്രതികരിച്ചു. ഡോക്ടർ KV പ്രീതിയെ കുറ്റവിമുക്തയാക്കിയ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടാനാണ് അതിജീവിത കമ്മീഷണർ ഓഫീസിലെത്തിയത്. കമ്മീഷണർ വരാതെ ഓഫീസ് കോമ്പൗണ്ടിൽ കയറ്റില്ലെന്ന് പോലീസ് നിലപാട് സ്വീകരിച്ചു. ഓഫീസിന് പുറത്ത് റോഡിൽ നിർത്തി പോലീസ് കാഴ്ചവസ്തുവാക്കിയെന്നാണ് അതിജീവിതയുടെ പരാതി. ഞാൻ ഒരു പരാതി കൊടുക്കാൻ വന്നാണ്, അല്ല കമ്മീഷണർ വേറെ എന്തെങ്കിലും നടപടിക്കാം, അല്ലെങ്കിൽ സമരത്തിനൊന്നും വന്നതല്ല. അപ്പോൾ എന്നെ എത്രയും ഇങ്ങനെ പുറത്ത് നിർത്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപമാനിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നായാലും ഇത് വലിയ മോശമായിപ്പോയി. കമ്മീഷണർ എത്തിയ ശേഷമാണ് അതിജീവിതയെ അകത്തേക്ക് കടത്തിവിട്ടത്. ഡോക്ടർ പ്രീതിയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് തരാനാകില്ലെന്ന് കമ്മീഷണർ നിലപാട് ആവർത്തിച്ചു. റിപ്പോർട്ടിനായി വിവരാവകാശ കമ്മീഷനിൽ അപ്പീൽ നൽകാൻ കമ്മീഷണർ നിർദ്ദേശിച്ചു. എന്നോട് തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ വിവരാവകാശ കമ്മീഷനിൽ അപ്പീൽ കൊടുക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അപ്പീൽ കുറേ മാസങ്ങൾക്ക് മുന്നേ കൊടുത്തതാണ്. അവിടെ നിന്ന് ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ സാറിനോട് ഞാൻ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ സമാധാനമായിട്ട് ഒരു സമരം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ വിവരാവകാശ കമ്മീഷണർക്ക് നൽകിയ അപ്പീലിൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ രേഖകൾ നൽകിയാൽ അവരുടെ ജീവൻ ആപത്തുണ്ടാകുമെന്നാണ് മറുപടി കിട്ടിയത്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ 2 ദിവസത്തിനകം കമ്മീഷൻ ഓഫീസ് പരിസരത്ത് പ്രതിഷേധിക്കും. പോലീസിനെതിരെ നിയമപരമായി നീങ്ങുമെന്നും അതിജീവിത പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.